ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ടൊരു വേദഭാഗത്തിലേക്ക് നമുക്ക് തിരിയാം. 2 ദിനവൃത്താന്തം 31 അധ്യായം 20 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. 2 ദിനവൃത്താന്തം 31 അധ്യായം 20 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. യെഹിസ്കീയാവ് യഹൂദയിൽ ഒക്കെയും ഇവണ്ണം ചെയ്തു. തൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നന്മയും ന്യായവും സത്യവും ആയുള്ളത് പ്രവർത്തിച്ചു. അവൻ ദൈവാലയത്തിലെ ശുശ്രൂഷ സംബന്ധിച്ചു ന്യായപ്രമാണവും കൽപ്പനയും സംബന്ധിച്ചും തൻ്റെ ദൈവത്തെ അന്വേഷിക്കേണ്ടതിന് ആരംഭിച്ച സകല പ്രവൃത്തിയിലും പൂർണ്ണ ഹൃദയത്തോടെ പ്രവർത്തിച്ച് കൃതാർത്ഥനായി തീർന്നു. നമുക്ക് പരിചിതനായ ഒരു വ്യക്തിയാണ് യഹൂദയുടെ രാജാവായിരുന്ന യെഹിസ്കീയാ രാജാവ്. ഈ രാജാവിൻ്റെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഇന്നത്തെ ഒരു ചിന്തയ്ക്കായിട്ട് എടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യെഹിസ്കീയാ രാജാവിൻ്റെ വളരെ ഗുണമേന്മയേറിയ കാര്യങ്ങളെപ്പറ്റി നമ്മുടെ തിരുവെഴുത്ത് പറയുന്നുണ്ട്. ഇസ്രായേലിലും യഹൂദയിലും അനേകം രാജാക്കന്മാർ വാണിരുന്നു. എന്നാൽ അവരിൽ വളരെ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ നല്ല രാജാക്കന്മാരുടെ ആ ഒരു പട്ടികയിൽ വരത്തുള്ളൂ. ആ വന്നിരുന്ന പട്ടികയിലുള്ള ഒരാളാണ് യെഹിസ്കീയാ രാജാവ്. തൻ്റെ വാഴ്ചയുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 2 രാജാക്കന്മാർ 18 അധ്യായം അതിൻ്റെ 1 വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. ഇസ്രായേൽ രാജാവായ ഏലയുടെ മകനായ ഹോശയുടെ 3-ാം ആണ്ടിൽ യഹൂദ രാജാവായ ആഹാസിന്റെ മകൻ യെഹിസ്കീയാവ് രാജാവായി. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അപ്പോൾ ഈ രാജാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് വെറും 25 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല, ഈ രാജാവിൻ്റെ അപ്പനായ ആഹാസ് എന്ന് പറയുന്ന രാജാവ് വളരെ ദുഷ്ടനായിട്ടുള്ളൊരു രാജാവായിരുന്നു. അദ്ദേഹം യഹൂദയിലുള്ള ദൈവത്തിൻ്റെ ആലയത്തെ അടച്ചു കളയുകയും അവിടുത്തെ ആരാധന നിർത്തുകയും അവിടുത്തെ യാഗങ്ങളെയൊക്കെ ഇല്ലാതാക്കുകയും ആലയത്തിൻ്റെ വാതിൽ അടച്ച് അവിടുത്തെ പുരോഹിതന്മാരെ എല്ലാം തുരത്തിക്കളയുകയും ചെയ്തിരുന്ന ഒരു രാജാവാണ്. എന്നാൽ തൻ്റെ മകൻ ആ വാഴ്ചയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവൻ ആദ്യം ചെയ്ത കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. 3-ാം വാക്യം. അവൻ തൻ്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹസ്തംഭങ്ങളെ തകർത്തു, അശേരാ പ്രതിഷ്ഠയെ വെട്ടിമുറിച്ചു, മോശ ഉണ്ടാക്കിയ താമ്രസർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടി വന്നു. അതിന് നെഹുഷ്ടാൻ എന്ന് പേരായിരുന്നു. ഇങ്ങനെ തൻ്റെ അപ്പൻ ചെയ്തതിന് നേരെ വിപരീതമായി ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്തു വന്നിരുന്ന ഒരു രാജാവാണ് യെഹിസ്കീയാ രാജാവ്. 2 ദിനവൃത്താന്തത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ വേറൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ പറയുന്നുണ്ട്. 2 ദിനവൃത്താന്തം 29 അധ്യായം 3-ാമത്തെ വാക്യം. അവൻ തൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 1-ാം മാസത്തിൽ യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ തുറന്ന് അറ്റകുറ്റം തീർത്തു. തൻ്റെ വാഴ്ചയുടെ ആദ്യത്തെ ആണ്ടിന്റെ ആദ്യത്തെ മാസം തന്നെ എന്ന് പറഞ്ഞാൽ യെഹിസ്കീയാവിന്റെ പ്രയോറിറ്റി എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ കാണാം. ആദ്യത്തെ മാസം തന്നെ തൻ്റെ അപ്പൻ ചെയ്ത പ്രവൃത്തികളെ റെക്ടിഫൈ ചെയ്യുന്ന ഒരു രാജാവിനെ നമുക്കിവിടെ കാണാം. അവൻ വാതിലുകൾ തുറന്ന് അറ്റകുറ്റം തീർത്തു. ഇവിടെ 2 ദിനവൃത്താന്തം 31 21 വാക്യത്തിൽ നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് അവൻ അങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിച്ചതെന്നതിനെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവൻ ദൈവത്തെ അന്വേഷിക്കേണ്ടതിന് ആരംഭിച്ച സകല പ്രവൃത്തിയിലും പൂർണ്ണ ഹൃദയത്തോടെ പ്രവർത്തിച്ച് കൃതാർത്ഥനായി തീർന്നു. അപ്പൊ യെഹിസ്കീയാവിന്റെ ശ്രേഷ്ഠതകളിൽ ഒരെണ്ണം എന്ന് പറഞ്ഞത് അവൻ പൂർണ്ണ ഹൃദയത്തോടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പം വളരെ ബൈബിളിലുടനീളം ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന ഒരു വിഷയത്തെ പറ്റിയാണ് അവിടെ പറഞ്ഞേക്കുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അവൻ അന്വേഷിച്ചു, പൂർണ്ണ ഹൃദയത്തോടെ അവൻ പ്രവർത്തിച്ചു. ബൈബിളിൽ എവിടെയൊക്കെ ഹൃദയം എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നോ അത് കേവലം ഒരു ശാരീരിക നമ്മുടെ ഹാർട്ടിനെ പറ്റി അല്ല അവിടെ പറയുന്നത്. അതിനുപരിയായിട്ട് അതൊരു ആത്മീക അവയവമായിട്ടാണ് തിരുവെഴുത്ത് അതിനെ ചിത്രീകരിക്കുന്നത്. നമ്മുടെ അസ്തിത്വത്തിന്റെ കാതൽ അത് പ്രതിനിധീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വികാരങ്ങളും ചിന്തകളും ആഗ്രഹങ്ങളും ഇച്ഛകളുടെയും കേന്ദ്രമായിട്ട് ബൈബിളിൽ പറയുന്ന ഹൃദയം ഇരിക്കുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ ഹൃദയം എന്ന കേന്ദ്രത്തിന് പ്രധാന പങ്കുണ്ട്.
നമ്മൾ സദൃശവാക്യം 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. അപ്പം സകല ജാഗ്രതയോടും ഹൃദയത്തെ കാക്കേണ്ടുന്ന ഒരു ആവശ്യം ഇവിടെ കാണുന്നു. അതിൽ നിന്ന് ഒഴുകുന്ന ചിന്തകളും തീരുമാനങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഗതി മാറ്റിമറിക്കുന്നതായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. വീണ്ടും സദൃശവാക്യം 21-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്കൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. ഒരു നീർത്തോട് കണക്കെ ഒരു രാജാവിന്റെ ഹൃദയം ദൈവം മുമ്പാകെ ഇരിക്കുന്നു എന്നാ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു നീർത്തോട് അതിന്റെ ഗതി മാറി ഒഴുകിയപ്പം ഉണ്ടായ ആ വലിയൊരു ദുരന്തത്തെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പല മനുഷ്യരുടെയും ജീവിതത്തെ അഫക്റ്റ് ചെയ്യാൻ സാധ്യത ഉള്ള ഒരു നീർത്തോട് കണക്കെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം ഇരിക്കുന്നത്. അതിന്റെ താഴോട്ട് നമ്മൾ വായിക്കണം: മനുഷ്യന്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നുന്നു, യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. കർത്താവ് നമുക്ക് അറിഞ്ഞൂടാത്ത അളവുകോൽ കൊണ്ട് മെഷർ ചെയ്യുന്ന ഒരു അവയവമാണ് നമ്മുടെ ഹൃദയം. വീണ്ടും പാതാളവും നരകവും യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു, മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങൾ എത്ര അധികം. അപ്പോൾ ദൈവം തനിക്ക് നൽകിയ ഹൃദയത്തെ ഹിസ്കിയാവ് പൂർണ്ണമായി കർത്താവിന് കൊടുത്ത് പൂർണ്ണ ഹൃദയത്തോടെ അവന് വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് നാം കാണുന്നത്. ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു വാദം ഉന്നയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്: ദൈവം അവന്റെ ഹൃദയത്തെ അങ്ങനെ സൃഷ്ടിച്ചത് കൊണ്ടാണ് ഹിസ്കിയാവ് അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാൻ ഉള്ളൊരു സാധ്യതയുണ്ട്. എന്നാൽ സങ്കീർത്തനം 33 നമ്മൾ കാണുന്നത്: അവൻ തന്റെ വാസസ്ഥലത്ത് നിന്ന് സർവ്വഭൂവാസികളെയും നോക്കുന്നു, അവൻ അവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ മെനഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഹിസ്കിയാവിന്റെ ഹൃദയവും എൻ്റെ ഹൃദയവും ദൈവം ഒരുപോലെ തന്നെയാണ് മെനഞ്ഞിരിക്കുന്നത്. ഒരിക്കലും ദൈവത്തിന്റെ സൃഷ്ടിയെ പഴിചാരി നമ്മുടെ ഹൃദയത്തിൽ ഉള്ള ദോഷം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ സാധ്യമല്ല. കാരണം എല്ലാവരുടെയും ഹൃദയങ്ങളെ കർത്താവ് ഒരുപോലെ മെനഞ്ഞിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ ഇങ്ങനെ പറയുന്നുണ്ട്: അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും ദൈവം വെച്ചിട്ടില്ല. അപ്പോൾ ഹിസ്കിയാവിന്റെ ഹൃദയം തമ്മിൽ വ്യത്യാസമില്ല. വേറെ രാജാക്കന്മാരുടെ ഹൃദയം ഹിസ്കിയാവിന്റെ ഹൃദയത്തെക്കാൾ മോശമായി സൃഷ്ടിച്ചത് കൊണ്ടല്ല ഹിസ്കിയാവ് പൂർണ്ണ ഹൃദയത്തോടെ നടന്നത്. പിന്നെയോ ദൈവകൃപയോടും തന്റെ ജീവിതത്തിൽ ദൈവം അവന് നൽകിയ സാഹചര്യങ്ങളോടും കരുണയോടും അവൻ നൽകിയ കഷ്ടങ്ങളുടെ ഇടയിൽ ആ ഹൃദയം എങ്ങനെ അതിനോട് പ്രതികരിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഹൃദയത്തിന്റെ അവസ്ഥ ഇരിക്കുന്നത്. ഹിസ്കിയാവിന്റെ ഹൃദയത്തിലേക്ക് നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യ ഹൃദയത്തിന്റെ ചില സവിശേഷതകൾ അല്ലെങ്കിൽ അതിന്റെ പ്രകൃതം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 2 രാജാക്കന്മാർ 18-ന്റെ 5-ാമത്തെ അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. അവന് മുമ്പും പിൻപും ഉണ്ടായിരുന്ന സകല യഹൂദ രാജാക്കന്മാരിലും ആരും അവനോട് തുല്യനായിരുന്നില്ല. അവൻ യഹോവയോട് ചേർന്നിരുന്നു. അവനെ വിട്ട് പിന്മാറാതെ യഹോവ മോശയോട് കൽപ്പിച്ച അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു നടന്നു. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെന്നിടത്തൊക്കെയും കൃതാർത്ഥനായി തീർന്നു. അവൻ യഹോവയോട് ചേർന്നിരുന്നു എന്നാണ് ഇവിടെ തിരുവെഴുത്ത് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവന്റെ ഹൃദയത്തിന്റെ ചായ്വ് യഹോവയെങ്കിലേക്കായിരുന്നു, തന്നെ നിർമ്മിച്ച കർത്താവായ ദൈവത്തിങ്കിലേക്കായിരുന്നു അവന്റെ ചായ്വ്. അപ്പൊ നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ ഹൃദയത്തിന് ചായാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്കോ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്കോ ചായാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. കാരണം ഈ ഹൃദയത്തിന് ഒരിക്കലും അതിന്റെ ഒരു സോളിറ്ററി ആയിട്ട് നിലനിൽക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെയാണ് ദൈവം അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ അത് എങ്ങോട്ടേക്കാണ് അത് ചാഞ്ഞു പോകുന്നത്? ദാവീദ് ഇങ്ങനെ സങ്കീർത്തനങ്ങളിൽ പറയുന്നുണ്ട്: യഹോവേ, എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. ദുഷ്പ്രവർത്തിക്കാരോട് കൂടെ ദുഷ്പ്രവൃത്തികളിൽ ഇടപെടുവാൻ എൻ്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിന് ചായ്ക്കരുതേ. അപ്പം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ദുഷ്കാര്യങ്ങളിലേക്ക് ദുഷ്പ്രവർത്തികളിലേക്ക് ചായാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ഹൃദയത്തിനുണ്ട്. എന്നാൽ യെഹിസ്കിയാവിന്റെ ഹൃദയത്തെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ അത് എപ്പോഴും യഹോവയായ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു ഹൃദയമായിട്ട് അവിടെ തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു.
ഒന്നാമതായിട്ട് അവന്റെ ഹൃദയത്തിൽ കർത്താവിനോട് ചേർന്നിരുന്നു കൊണ്ട് ഉണ്ടായ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് 2 ദിനവൃത്താന്തം 29-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ഉഗ്രകോപം നമ്മെ വിട്ടു മാറേണ്ടതിന് അവനോടൊരു നിയമം ചെയ്യുവാൻ എനിക്ക് താല്പര്യമുണ്ട്. അവിടെ മലയാളത്തിൽ എനിക്ക് താല്പര്യം ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നത് ഇൻ മൈ ഹാർട്ട് ദർ ഇസ് എ ഡിസയർ ടു ക്രിയേറ്റ് എ കവനന്റ് വിത്ത് ഗോഡ്. അപ്പം അവന്റെ ഹൃദയത്തിൽ അതിയായിട്ടുള്ളൊരു വാഞ്ചയുണ്ട്, ദൈവവുമായിട്ട് ഒരു നിയമം വെക്കണം. നമ്മൾ ബൈബിള് നോക്കുകയാണെങ്കിൽ ദൈവം നിയമം ചെയ്ത ആൾക്കാർ തന്നെ, ദൈവം ഒരു ഉടമ്പടി ചെയ്ത ആൾക്കാർ തന്നെ വളരെ കുറവാണ് തിരുവഴുത്തിൽ. എന്നാൽ ദൈവത്തോട് അങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് നിയമം ചെയ്ത വിരലിലെണ്ണാവുന്ന വ്യക്തികളേ ഉള്ളൂ. അതിനേക്കാൾ ചുരുക്കം ഒരു 3-4 പേരെ ഒരുപക്ഷെ കാണത്തുള്ളൂ. യാക്കോബ് അങ്ങനെ ചെയ്തിട്ടുണ്ട്, യോശിയാവ് അങ്ങനെ ചെയ്തിട്ടുണ്ട്, പിന്നെ യെഹെസ്കേലിനെയും മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. ചിലപ്പോൾ കുറച്ച് പേരുടെ ചിലപ്പോൾ കണ്ടെന്ന് വന്നേക്കാം. അപ്പോൾ ദൈവവുമായിട്ട് നിയമം ചെയ്യുന്നതിൽ തൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കിയ ഒരു വ്യക്തിയാണ് യെഹെസ്കേൽ. പിന്നെ തൻ്റെ ഹൃദയത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവൻ യഹോവയോട് ചേർന്നിരുന്നതായിട്ട് നമ്മൾ കണ്ടു. പിന്നെ അവന്റെ ഹൃദയത്തിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു. അത് അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ മക്കളെ ഇപ്പോൾ ഉപേക്ഷ കാണിക്കരുത്, തന്നെ ശുശ്രൂഷിക്കേണ്ടതിന് തൻ്റെ സന്നിധിയിൽ നിൽപ്പാനും തനിക്ക് ശുശ്രൂഷക്കാരായി ധൂപം കാട്ടുവാനും യഹോവ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നുവല്ലോ. ഇത് ലേവ്യരോട് താൻ പറയുന്ന കാര്യമാണ്. അവിടെ പറയുക, എൻ്റെ മക്കളെ ഇപ്പോൾ ഉപേക്ഷ കാണിക്കരുത്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, 25-ാമത്തെ വയസ്സിലാണ് ഈ രാജാവ് വാഴ്ച തുടങ്ങിയത്. 25 വയസ്സുള്ള ഒരാൾ എഴുന്നേറ്റ് നിന്ന് എൻ്റെ മക്കളെ എന്ന് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആരെയായിരിക്കും വിളിച്ചേക്കുന്നത്? തീർച്ചയായും അവനേക്കാൾ പ്രായമുള്ള ഒരാളെ അല്ല വിളിച്ചത്. ലേവ്യരിലെ യൗവനക്കാരിലേക്ക് തന്റെ ശ്രദ്ധയെ തിരിച്ചിട്ടാണ് യെഹെസ്കേൽ ഇവിടെ പറയുന്നത്, എൻ്റെ മക്കളെ നിങ്ങൾ യഹോവയിലേക്ക് തിരിയുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഹൃദ്യമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു യെഹെസ്കേൽ. പിന്നെയും അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 30-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, യഹോവയുടെ ആലയത്തിന്റെ ശുശ്രൂഷ പണി തീർക്കാൻ വന്ന സകല ലേവ്യരോടും അവൻ ഹൃദ്യമായി സംസാരിച്ചു. താൻ ജീവിച്ചിരുന്ന കാലഘട്ടം ഇസ്രായേൽ ഗൃഹം അടിമത്തത്തിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പം വളരെ പ്രഷർ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് യെഹെസ്കേൽ. എന്നാൽ തൻ്റെ ലേവ്യരോട്, തന്നെക്കാൾ യൗവനക്കാരായിരുന്നവരോട് വളരെ ഹൃദ്യമായിട്ട് ഇവിടെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവരെ വിളിക്കുന്നത് എൻ്റെ മക്കളെ എന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ മക്കളെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ആരും കേൾക്കത്തില്ല. ചിലപ്പം എന്തായാലും 20 വയസ്സിന് മേളിലോട്ടുള്ളവരൊന്നും കേൾക്കാൻ പോകുന്നില്ല. പക്ഷേ ഒരു 15 വയസ്സിലുള്ളവരൊക്കെ ചിലപ്പം കേട്ടെന്നിരിക്കും. അപ്പം അത്രമാത്രം ഹൃദ്യമായിട്ടാണ് യെഹെസ്കേൽ അവരെ സംബോധന ചെയ്യുന്നത്, എൻ്റെ മക്കളെ. അത് ഉറപ്പായിട്ടും അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവൻ യഹോവയോട് പറ്റിയിരുന്നത് കൊണ്ടാണ്. മാത്രമല്ല അതിന്റെ അടുത്ത ചാപ്റ്ററുകളിലേക്ക് വരുമ്പോൾ തന്റെ വാഴ്ചയുടെ 14-ാമത്തെ ആണ്ടിൽ അശൂർ രാജാവ് യഹൂദ പട്ടണങ്ങൾ പിടിക്കാൻ വേണ്ടി കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത്രയും പ്രഷറുള്ള ഒരു സിറ്റുവേഷനിലൂടെ പിന്നെയും വരികയാണ്. 32-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം, അവൻ ജനത്തിന് പടനായകന്മാരെ നിയമിച്ചു, അവരെ നഗരവാതിൽക്കലുള്ള വിശാല സ്ഥലത്ത് അവന്റെ അടുക്കൽ ഒന്നിച്ചുകൂട്ടി അവരോട് ഹൃദ്യമായി സംസാരിച്ചു. അശൂർ രാജാവ് പട്ടണം പിടിക്കാൻ വേണ്ടി പട്ടണവാതിൽക്കലിന്റെ അപ്പുറത്ത് നിൽപ്പുണ്ട്. ആ സന്ദർഭത്തിൽ ഇസ്രായേലിലുള്ള ഈ യൗവനക്കാരെയും ഈ ഇസ്രായേലിലുള്ള ലേവ്യരെയും പുരോഹിതരെയും പ്രവാചകന്മാരെയും എല്ലാം വിളിച്ചുകൂട്ടി ഹൃദ്യമായിട്ട് സംസാരിക്കുന്ന ഒരു രാജാവിനെ നമ്മളിവിടെ കാണുക. ഒരിക്കലും വേറെ എന്തിലേക്കും ചായ്വുള്ള ഒരു വ്യക്തിക്ക് അത് ഒരിക്കലും സാധ്യമല്ല. യഹോവയോട് മാത്രം ചായ്വുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ എങ്ങനെ ചെയ്യുവാനായിട്ട് കഴിയത്തുള്ളൂ. അവരെ തുടർന്ന് പിന്നീട് ആശ്വസിപ്പിക്കുന്നൊരു വാക്കുണ്ട്. അത് 32-ന്റെ 8-ാമത്തെ വാക്യം, അശൂർ രാജാവിനെയും അവനോട് കൂടെയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്, നിങ്ങൾ ഭ്രമിക്കരുത്, അവനോട് കൂടെ ഉള്ളതിലും വലിയൊരുവൻ നമ്മോട് കൂടെ ഉണ്ട്. അവരോട് കൂടെ ഉള്ളതിലും
വലിയൊരുവൻ നമ്മോട് കൂടെയുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ കണ്ടു, അവൻ യഹോവയോട് ചേർന്നിരുന്നു, ജനത്തോടൊക്കെയും ഹൃദ്യമായിട്ട് സംസാരിച്ചു, എൻ്റെ മക്കളെ എന്ന് വിളിച്ചു. അവരോട് കൂടെ ഉള്ളവനേക്കാൾ വലിയൊരുത്തൻ നമ്മോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഇത്രയും സ്വഭാവത്തിന് സമമായിട്ട് വേറൊരു വ്യക്തിയുണ്ട്. ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? അത് വേറെ ആരുമല്ല, യോഹന്നാൻ ശിഷ്യനാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ എങ്ങനെ ഇരുന്നതെന്നാ പറയുന്നത്? കർത്താവിന്റെ ഹൃദയത്തോട്, കർത്താവിന്റെ മാറോട് ചേർന്നിരുന്നു എന്നാ പറയുന്നത്. യഹസ്ക്യാവും അതുപോലെ കർത്താവോട് ചേർന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. മാത്രമല്ല, യോഹന്നാന്റെ ലേഖനങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ വാത്സല്യത്തോടെയാണ് യോഹന്നാൻ സംസാരിക്കുന്നത്. യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം, അതിൻ്റെ 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം: എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. പിന്നെ താഴോട്ട് 13-ാമത്തെ വാക്യത്തിൽ: കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. പിന്നെയും 18-ാമത്തെ വാക്യം: കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴിക ആകുന്നു, എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ യെഹെസ്ക്യാവ് തന്റെ ജനത്തെ എങ്ങനെയാണോ സംബോധന ചെയ്തത്, അതുപോലെ തന്നെയാണ് യോഹന്നാനും സംബോധന ചെയ്തത്. കുഞ്ഞുങ്ങളെ, എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചിട്ടാണ്. അങ്ങനെ കൃത്യമായിട്ട് സംസാരിക്കുന്ന ആ ഒരു അനുഭവമാണ് ദൈവദാസനിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മാത്രമല്ല, അവരോട് കൂടെ ഉള്ളവൻ നമ്മേക്കാൾ വലിയൊരുത്തൻ നമ്മോട് കൂടെ ഉണ്ടെന്ന് യെഹെസ്ക്യാവ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ള വാചകങ്ങൾ യോഹന്നാനും പറയുന്നുണ്ട്. അത് 1 യോഹന്നാൻ 4:4 നമുക്ക് കാണാം. 1 യോഹന്നാൻ 4:4: കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അതിന് സിമിലർ ആയിട്ട് വേറെ ഒരു വാചകം കൂടെ പറയുന്നുണ്ട്. 3-ാം അധ്യായം 20-ാമത്തെ വാക്യം: ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നു, എങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും എന്ന് നമ്മുടെ ഹൃദയത്തെ അവന്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവൻ. അങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന യോഹന്നാൻ ശിഷ്യൻ സ്നേഹത്തിന്റെ അപ്പോസ്തലനായിട്ട്, സ്നേഹത്തിന്റെ ശിഷ്യനായിട്ട് വിളിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, ഈ യെഹെസ്ക്യാ രാജാവിനെ പഴയ നിയമത്തിലെ സ്നേഹത്തിന്റെ രാജാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ഒരു അപ്പോസ്തലനായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. തന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താൻ ഹൃദ്യമായി സംസാരിച്ചത് മാത്രമല്ല, താൻ യഹോവയോട് ചേർന്നിരുന്നത് മാത്രമല്ല, തന്റെ ജനത്തെ ഒക്കെയും അവൻ യഹോവയിലേക്ക് ചായ്ച്ചു. ഈ ജനം എങ്ങനെയുള്ള ജനമാണ്? നമുക്കറിയാം, യെഹെസ്ക്യാവിന്റെ സമകാലികനായിരുന്നു യെശയ്യാവ്, അല്ലെ? ആ യെശയ്യാവ് അന്നുണ്ടായിരുന്ന ജനത്തെ പറ്റി എന്താ പറഞ്ഞേക്കുന്നത്? കാള തന്റെ ഉടയവനെ, കഴുത തന്റെ യജമാനെയും അറിയുന്നു, എൻ്റെ ജനമോ അറിയുന്നില്ല. ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ളവരുടെ ഇടയിൽ പാർക്കുന്നു. അപ്പോ അങ്ങനത്തെ ഒരു ദുശാഠ്യമുള്ള ഒരു ജനത്തെയാണ് ഈ യെഹെസ്ക്യാവ് തന്റെ ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുഖാന്തരം ദൈവത്തോട് ചായ്ച്ചതും അവരുടെ ഹൃദയങ്ങളെ താഴ്ത്തിയതും അടുപ്പിച്ചതും. മാത്രമല്ല, താൻ വലിയൊരു പെസഹ അവിടെ കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആ പെസഹയുടെ പ്രത്യേകത അവിടെ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശലോമോന് ശേഷം അങ്ങനെ ഒരു പെസഹ ഉണ്ടായിട്ടില്ല. കാരണം എഫ്രൈം, ദുശാഠ്യ ജനമായിട്ടുള്ള എഫ്രൈമും മനശ്ശയും വരെ അവൻ കത്തെഴുതി ആ പെസഹയിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ ആ ജനത്തിൻ്റെ ഇടയിൽ ഒരു മഹാസന്തോഷം ഈ യെഹെസ്ക്യാ രാജാവിന്റെ തീരുമാനങ്ങൾ മുഖാന്തരം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം. 2 ദിനവൃത്താന്തം 30-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്. അങ്ങനെ ഈ ജനത്തെ മുഴുവൻ യഹോവയിലേക്ക് അവരുടെ ഹൃദയത്തെ ചായ്ക്കുന്ന ഒരു രാജാവായതുകൊണ്ട് യെരൂശലേമിൽ അന്നും ഇന്നും കണ്ടിട്ടില്ലാത്ത ഒരു മഹാസന്തോഷം അവിടെ ഉണ്ടാകുകയാണ്. അത് അവിടുത്തെ നിവാസികൾക്ക് മാത്രമല്ല ഉണ്ടായത്. 25-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, സർവ്വസഭയും ഇസ്രായേൽ ദേശത്ത് നിന്ന് യഹൂദയിൽ വന്ന് പാർത്തിരുന്ന പരദേശികളും ആ സന്തോഷത്തിൽ സന്തോഷിച്ചു എന്ന. അപ്പോൾ നമ്മുടെ ഹൃദയത്തിന് ദൈവത്തിങ്കിലേക്ക് ചായ്വാനുള്ള ഒരു വലിയ പൊട്ടൻഷ്യൽ ഉണ്ട്. എന്നാൽ അതിന്റെ മറുവശം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഈ ദൈവത്തിങ്കൽ നമ്മൾ ചായ്ഞ്ഞില്ലെങ്കിലോ, ഈ കർത്താവിനോട് നമ്മൾ ചേർന്നിരുന്നില്ലെങ്കിലോ. പുറപ്പാട് പുസ്തകം 32-ാമത്തെ അധ്യായം 21-22 വാക്യങ്ങൾ.
പുറപ്പാട് പുസ്തകം 32:21-22 വാക്യങ്ങൾ. മോശെ അഹരോനോട്, ഈ ജനത്തിന്മേൽ ഇത്ര വലിയ പാപം വരുത്തുവാൻ അവർ നിന്നോട് എന്തു ചെയ്തു എന്ന് ചോദിച്ചു. അതിന് അഹരോൻ പറഞ്ഞത്, യജമാന്റെ കോപം ജ്വലിക്കരുത്, ഈ ജനം ദോഷത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നതെന്ന് നീ അറിയുന്നുവല്ലോ. ദോഷത്തിലേക്ക് ചാഞ്ഞിരിക്കുന്ന ഒരു ഇസ്രായേൽ ജനത്തെ നമുക്ക് അവിടെ കാണാം. നമുക്കറിയാം, ചെങ്കടൽ കടന്നിട്ട് അവർ തപ്പും വാദ്യങ്ങളും ഒക്കെ എടുത്ത് യഹോവയെ ഘോഷിച്ചിട്ട് അധികം കാലമായിട്ടില്ല. മോശം പർവ്വതത്തിൽ കയറിപ്പോയിട്ട് അവന്റെ വരവ് താമസിക്കുന്നുവെന്ന് കണ്ടപ്പോൾ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്ന, ദോഷത്തിലേക്ക് ചാഞ്ഞു പോകുന്ന ഹൃദയമുള്ളവരായ ഇസ്രായേൽ മക്കൾ. എന്നാൽ യഹസ്ക്യാവ് അങ്ങനെ അല്ലായിരുന്നു. അവനെ പറ്റി പറയുന്നത് അവൻ പൂജാഗിരികളൊക്കെയും ഇടിച്ചു കളഞ്ഞു എന്നാണ്. അന്നത്തെ നോർമായിട്ട് അവർ ആരാധിച്ചു പോന്നിരുന്ന മോശ ഉണ്ടാക്കിയ താമര സർപ്പത്തെ വരെ അവൻ ഇടിച്ചു കളഞ്ഞു. കാരണം ആ ഒരു താമര സർപ്പം അത് ദൈവത്തിൽ നിന്ന് അവരുടെ ഹൃദയത്തെ തെറ്റിച്ചു കളയുന്നതായിരുന്നു. അതുകൊണ്ട് അവൻ അതും ഇടിച്ചു കളഞ്ഞതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനു മുമ്പുള്ള ഒരു രാജാക്കന്മാരും, ശൗൽ തുടങ്ങി അവന് മുമ്പ് വരെയും ഉള്ള ഒരു രാജാക്കന്മാരും, പലരുടെയൊക്കെ ഹൃദയം കർത്താവിൽ ഏകാഗ്രമായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ പോലും പൂജാഗിരികളെ ഒന്നും ഇടിച്ചു കളഞ്ഞതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇതിന് ശേഷം ഒരു രാജാവ് മാത്രമേ പൂജാഗിരികളെ ഇടിച്ചു കളഞ്ഞതായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. അത് യോശിയാവാണ്. അപ്പോൾ തൻ്റെ പ്രവർത്തികൾ ഒക്കെ വളരെ കർത്താവിന് യോജിച്ചതായിട്ടുള്ളത്, പൂർണ്ണ ഹൃദയത്തോടെ ഉള്ള ഒരു പ്രവൃത്തി അവനിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇത് ചെയ്യുവാൻ സാധിച്ചത് അവന്റെ ഹൃദയം ചാഞ്ഞിരുന്നത് കൊണ്ടാണ് കർത്താവിങ്കിലേക്ക്. യോശുവയുടെ പുസ്തകം 24-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. ആകയാൽ ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള അന്യദൈവങ്ങളെ നീക്കിക്കളഞ്ഞ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിലേക്ക് നിങ്ങളുടെ ഹൃദയം ചായ്പിൻ എന്ന് അവൻ പറഞ്ഞു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ ചായ്പിൻ. വാസ്തവത്തിൽ അങ്ങനത്തെ ഒരു ഇൻക്ലിനേഷൻ, അങ്ങനത്തെ ഒരു ചായ്വ് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകത ആണ് യോശുവ അവിടെ പറയുന്നത്. അവിടെ ജനത്തെ കൊണ്ട് ദൈവത്തോട് അവരുടെ ഹൃദയങ്ങളെ ചായ്ക്കുന്ന ആ ഒരു സന്ദർഭം നമ്മൾ കണ്ടല്ലോ. എന്നാൽ ഈ വലിയ ആഘോഷവും മഹാസന്തോഷവും ഒക്കെ യഹൂദയിൽ ഉണ്ട് എന്ന് കണ്ടപ്പോൾ ആരാ അവിടെ വന്നത്? ഇതെല്ലാം ജാതികൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ശത്രുക്കൾ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. 2 രാജാക്കന്മാർ 18-25 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ശത്രു വരുന്നതായിട്ട് നമുക്ക് കാണാം. 2 രാജാക്കന്മാർ 18-19 വാക്യം. റബ്ശാക്കെ അവരോട് പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ ഹിസ്കിയാവോട് പറയേണ്ടത്, മഹാരാജാവായ അശൂർ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, നീ ആശ്രയിച്ചിരിക്കുന്ന ഈ ആശ്രയം എന്ത്? നീ ആശ്രയിച്ചിരിക്കുന്ന ഈ ആശ്രയം എന്ത്? അശൂർ രാജാവ് എങ്ങനത്തെ രാജാവായിരുന്നെന്ന് വ്യക്തമായിട്ട് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അന്ന് ലോകത്തെ ഉണ്ടായിരുന്ന ഏറ്റവും ക്രൂര രാജാക്കന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. പല പട്ടണങ്ങളെയും പല പ്രധാന നഗരങ്ങളെയും പിടിച്ചടക്കി അദ്ദേഹത്തിന്റെ ഏറ്റവും പീക്ക് ടൈമിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ആ സെൻഹേരീബിന്റെ ദാസനായ റബ്ശാക്കെ ഇവിടെ വന്ന് യഹസ്ക്യാവിനെ ചലഞ്ച് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നീ ആശ്രയിച്ചിരിക്കുന്ന ആശ്രയം എന്താകുന്നു? നമ്മൾ നേരത്തെ കണ്ടല്ലോ, അവൻ ഹൃദ്യമായിട്ട് സംസാരിച്ച് ജനത്തിന്റെ ഹൃദയം ഒക്കെയും അവരിലേക്ക് ചായ്ച്ച ഒരു രാജാവായിരുന്നു. അപ്പോൾ ശത്രു ഇതൊക്കെ കാണുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് അവൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. നീ ഈ ആശ്രയിച്ചിരിക്കുന്ന ആശ്രയം എന്ത്? അതിന്റെ താഴോട്ട് നമ്മൾ നോക്കുമ്പോൾ പിന്നെയും ചില കാര്യങ്ങളൊക്കെ പറയുന്നു. അല്ല, നിങ്ങൾ എന്നോട് ദൈവമായ യഹോവയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പൂജാഗിരികളും യാഗപീഠങ്ങളും ഹിസ്കിയാവ് നീക്കിക്കളഞ്ഞിട്ടല്ലോ യഹൂദയോടും യെരൂശലേമ്യരോടും യെരൂശലേമിലുള്ള ഈ യാഗപീഠത്തിന്റെ മുമ്പിൽ നമസ്കരിപ്പിൻ എന്ന് കൽപ്പിച്ചത്. ഒന്നാമത് ശത്രു നമ്മുടെ ആശ്രയത്തെ ചോദ്യം ചെയ്യും. രണ്ടാമത് ഇവിടെ ചെയ്യുന്നത് നമ്മുടെ പ്രവർത്തനത്തെ അവൻ അതിന് ഭംഗം വരുത്താൻ ശ്രമിക്കും. മൂന്നാമതായിട്ട് രഥങ്ങൾക്കായിട്ടും കുതിരച്ചേവകർക്കായിട്ടും നീ മിസ്രൈമിൽ ആശ്രയിക്കുന്നുവല്ലോ. അതിന്റെ 24-ാമത്തെ വാക്യം. മിസ്രൈമിലാണ് യഹസ്ക്യാവിന്റെ ആശ്രയം എന്ന് ഈ ശത്രു ഉന്നയിക്കുകയാണ്. അവനെപ്പറ്റി അപവാദം പറയുകയാണ്. അതിന്റെ 25-ാമത്തെ വാക്യം. ഞാൻ ഇപ്പോൾ ഈ സ്ഥലം നശിപ്പിപ്പാൻ യഹോവയെ കൂടാതെയോ നിന്റെ
അതിൻ്റെ നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നത്. യഹോവ എന്നോട് ഈ ദേശത്തിൻ്റെ നേരെ പുറപ്പെട്ടു എന്ന് അതിനെ നശിപ്പിക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ശത്രു പറയുക, എന്നെ അയച്ചിരിക്കുന്നത് യഹോവയാണെന്ന്. അപ്പം ഒരു ശത്രു ചെയ്യുന്ന ഒരു കാര്യമാണ്, ദൈവത്തിന്റെ സൈഡ് പിടിച്ചിട്ട് നമ്മുടെ ആശ്രയത്തെ അവൻ ചഞ്ചലിപ്പിക്കാൻ ശ്രമിക്കും. എന്നാൽ അവിടെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. 36-ാമത്തെ വാക്യം, 2 രാജാക്കന്മാർ 18:36. എന്നാൽ ജനം മിണ്ടാതിരുന്നു, അവനോടൊന്നും ഉത്തരം പറഞ്ഞില്ല. ജനം മിണ്ടാതിരുന്നു, അവനോടൊന്നും ഉത്തരം പറഞ്ഞില്ല. ആ വാക്യത്തിന് എന്താ ഇത്ര പ്രത്യേകത? നമുക്കറിയാം, യെശയ്യാവിന്റെ പ്രവചനത്തിൽ ഈ ജനത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. എന്താ? അവർ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനമാണ്. ആ ജനത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ മിണ്ടാതിരുന്നു. അതായത് ഒരു ജനതയെ മൊത്തം അവൻ കടിഞ്ഞാണിട്ട് നിർത്തി എന്നുള്ളതാണ് യെഹിസ്കിയാ രാജാവിന്റെ വിജയം. യെശയ്യാവ് അങ്ങനെ പറയുമ്പോൾ ശരിക്കും ഈ രക്ഷാവെ വന്ന് ഇങ്ങനത്തെ വർത്തമാനമൊക്കെ പറയുമ്പോൾ നാച്ചുറൽ ആയിട്ട് അവരുടെ ഉള്ളിൽ 2 വർത്താനം പറയണമെന്നൊക്കെ തോന്നിക്കാണും. എന്നാൽ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട്, ഒരക്ഷരം പോലും മിണ്ടരുത്, അവനോട് ഒന്നിനും മറുത്ത് ഉത്തരം പറയരുത്. അങ്ങനെ അവൻ ജനത്തിന്റെ ഹൃദയത്തെ യഹോവയിലേക്ക് ചായ്ച്ചു. ഈ ഒരു ശത്രു ഇങ്ങനെ വന്ന് തന്റെ നേരെ അപവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ യെഹിസ്കിയാ രാജാവിന്റെ പ്രതികരണം നമ്മൾക്കൊന്ന് ശ്രദ്ധിക്കാം. 2 രാജാക്കന്മാർ 19:14. യെഹിസ്കിയാവ് യഹോവയുടെ മുമ്പാകെ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, കെരൂബുകൾക്ക് മീതെ അധിവസിക്കുന്നവനായ ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ദൈവമാകുന്നു. നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. ഇത് പറഞ്ഞപ്പോൾ കർത്താവിന്, സൈന്യങ്ങളുടെ യഹോവയ്ക്ക് മിണ്ടാതിരിക്കുവാനായിട്ട് സാധ്യം അല്ലായിരുന്നു. അവൻ തൻ്റെ സൈന്യങ്ങളിൽ ഒരുവനെ അയച്ച് അശൂർ രാജാവിന്റെ പടകളിലുള്ള 1,85,000 പേരെ സംഹരിച്ചു കളഞ്ഞ കാര്യം നമുക്കറിയാം. അവിടെ യഹോവ ഈ സെൻഹെരീബിന്റെ ദാസന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നീ ആരെയാകുന്നു നിന്ദിച്ച് ദുഷിച്ചത്? ആർക്ക് വിരോധമായിട്ടാകുന്നു നീ ഒച്ച പൊക്കുകയും തല ഉന്നതമായി ഉയർത്തുകയും ചെയ്തത്? എന്നിട്ട് 27-ാമത്തെ വാക്യം 19:27 വരുമ്പോൾ, ഇവർ കടിഞ്ഞാണിട്ട് മിണ്ടാതെ നിന്നതുകൊണ്ട് യഹോവ ഇടപെട്ട് അവിടെ ഒരു പ്രയോഗം പ്രയോഗിക്കുന്നുണ്ട്. എന്നാൽ നിന്റെ ഇരിപ്പും നിന്റെ ഗമനവും ആഗമനവും എൻ്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്തം ഞാൻ അറിയുന്നു. നീ എൻ്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്ത് കൊണ്ടും നിന്റെ അഹങ്കാരം എൻ്റെ ചെവിയിൽ എത്തിയിരിക്കുന്നത് കൊണ്ടും ഞാൻ എൻ്റെ കൊളുത്ത് നിന്റെ മൂക്കിലും എൻ്റെ കടിഞ്ഞാൺ നിന്റെ അധരങ്ങളിലും ഇട്ട് നീ വന്ന വഴിക്ക് നിന്നെ മടക്കിക്കൊണ്ടുപോകും. ഒരു ജനത്തെ മുഴുവൻ ഹിസ്കിയാവ് കൽപ്പന പുറപ്പെടുവിച്ച് കടിഞ്ഞാണിട്ട് നിർത്തിയപ്പോൾ ഭീഷണം മുഴക്കിയ അശൂർ രാജാവിനെ യഹോവ താൻ തന്നെ ഇറങ്ങി കടിഞ്ഞാണിട്ട് അവന്റെ ദേശത്തിലേക്ക് മടക്കിക്കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. യാക്കോബിന്റെ ലേഖനത്തിൽ നിന്റെ നാവിനെ കടിഞ്ഞാണിടുക എന്ന് പറയുമ്പോൾ ശരിക്കും ആ വാക്ക് കടമെടുത്തിരിക്കുന്നത് ഈ ഭാഗത്ത് നിന്നാണ്. യഹോവ കടിഞ്ഞാൺ നിന്റെ അധരങ്ങളിൽ ഇട്ട് നീ വന്ന വഴിക്ക് നിന്നെ കൊണ്ടുപോകും. അത് എഴുതുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് യെഹിസ്കിയാവ് ഈ പ്രവൃത്തി ചെയ്തത്. അപ്പോൾ അതെന്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയത്? കർത്താവുമായിട്ട് ചേർന്നിരുന്ന ഒരു ഹൃദയം അവനിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യാൻ സാധിച്ചത്. രണ്ടാമതായിട്ട്, നമ്മുടെ ഹൃദയത്തിന് കഠിനത സംഭവിക്കുവാൻ സാധ്യതയുള്ളൊരു ഹൃദയമാണ്. കഠിനമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് പോകാൻ ചാൻസ് ഉള്ളൊരു ഹൃദയം. കഠിന ഹൃദയത്തെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഫറവോനെ തന്നെയാണ്. തൻ്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കാത്ത ഫറവോൻ ബാധകൾ അനേകം തൻ്റെ നേർക്ക് വന്നിട്ടും തൻ്റെ ഹൃദയത്തെ കഠിനമാക്കിക്കൊണ്ടിരുന്നു. എന്നാൽ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 51-52 വാക്യങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 51-52. പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്ന് പടകിൽ കയറി, കാറ്റമർന്നു. അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. ഫറവോന് മാത്രമല്ല, കർത്താവിന്റെ ശിഷ്യന്മാരായിട്ടുള്ള നമ്മുടെ ഹൃദയവും കടുത്തു പോകാനുള്ള, കടുപ്പമായി തീരാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ കടുത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കർത്താവിന്റെ പ്രവൃത്തിയുടെ വലിപ്പമോ ഔന്നത്യമോ മനസ്സിലാക്കാനുള്ള ആ ഒരു വിവേചനം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ്. അതിനപ്പുറമായിട്ട് വേറെ ഒരു കടുപ്പിക്കൽ കൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. സെക്കരിയാവിന്റെ പ്രവചനം
7-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. സക്കരിയ പ്രവചനം 7-ാം അധ്യായം 12-ാമത്തെ വാക്യം. അവർ ന്യായപ്രമാണവും സൈന്യങ്ങളുടെ യഹോവ തൻ്റെ ആത്മാവിനാൽ പണ്ടത്തെ പ്രവാചകന്മാർ മുഖാന്തരം അയച്ച വചനങ്ങളും കേട്ടനുസരിക്കാതെ വണ്ണം ഹൃദയങ്ങളെ വജ്രം പോലെ കടുപ്പമാക്കി. അങ്ങനെ സൈന്യങ്ങളുടെ യഹോവെങ്കിൽ നിന്നൊരു മഹാകോപം വന്നു. അവരുടെ ഹൃദയങ്ങളെ വജ്രം പോലെ കടുപ്പമാക്കി എന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവാത്മാവ് ഇവിടെ വജ്രം പോലെ കടുപ്പമാക്കി എന്ന് പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം, ഇത് 2700ഓളം വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. ഈ 2024-ലും ഈ തിരുവെഴുത്ത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അതിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. കാരണം പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും കട്ടിയേറിയ വസ്തുവാണ് വജ്രം. ഏറ്റവും നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഡയമണ്ടാണ്. ഇപ്പൊ ദൈവം ഇവിടെ തൻ്റെ ദാസന്മാരുടെ നേരെ ഉന്നയിക്കുന്ന ആ ഒരു ആരോപണം എന്ന് പറയുന്നത് അവരുടെ ഹൃദയത്തെ വജ്രം പോലെ കടുപ്പമാക്കി എന്ന് പറഞ്ഞാൽ ഇനി ഇതിനപ്പുറം അവരുടെ ഹൃദയം കഠിനമാകാൻ സാധ്യതയില്ല. ഈ വജ്രത്തിന് വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഇപ്പൊ നമ്മൾ വജ്രം എടുത്തു, അതിൻ്റെ ഒപ്പം ഒരു മൂർച്ചയുള്ള എന്തെങ്കിലും ഒരു വസ്തു എടുത്തെന്ന് വെച്ചോ, ഒരു ഇരുമ്പ് പിച്ചാത്തിയോ അല്ലെങ്കിൽ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പിച്ചാത്തിയോ എടുത്ത് ഈ വജ്രത്തെ ഉരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വജ്രത്തിൽ ഒരു പോറൽ പോലും വരത്തില്ല. പകരം ആ പിച്ചാത്തി ആയിരിക്കും പോറുന്നത്. കാരണം വജ്രം അത്ര കട്ടിയേറിയ കാര്യമാണ്. പിന്നെ ആകപ്പാടെ ഉള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ വജ്രത്തെ വജ്രം കൊണ്ട് ഉരയ്ക്കാം. വേറൊരു വജ്രം കൊണ്ട് ഈ വജ്രത്തെ ഉരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ വേറൊരു വജ്രത്തിന്റെ മുന കൊണ്ട് ഈ വജ്രത്തെ ഉരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പാട് വീഴും. ഈ കഠിന ഹൃദയന്മാരെ, ഈ വജ്രം പോലെ ഹൃദയം കടുപ്പമാക്കിയവരെ കർത്താവ് എങ്ങനെ ഡീല് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം 1-ാമത്തെ വാക്യം. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം 1-ാമത്തെ വാക്യം. യഹൂദയുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രത്തിന്റെ മുന കൊണ്ടും എഴുതി വെച്ചിരിക്കുന്നു. അത് അവരുടെ ഹൃദയത്തിന്റെ പലകയിലും നിങ്ങളുടെ ബലിപീഠത്തിന്റെ കൊമ്പുകളിലും കൊത്തിയിരിക്കുന്നു. അവിടെ പറയുന്നതാ, ഇരുമ്പെഴുത്താണി കൊണ്ട് ആദ്യം അവരുടെ ഹൃദയത്തെ കൊത്താൻ നോക്കി. പക്ഷെ അവർ വജ്രം പോലെ അവരുടെ ഹൃദയത്തെ കടുപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ട്. കർത്താവ് വജ്രത്തിന്റെ മുന കൊണ്ട് അവരുടെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതി എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നല്ല കാര്യങ്ങളിലേക്ക് ചായ്വാൻ കപ്പാസിറ്റി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഉള്ള നമ്മുടെ ഹൃദയത്തിന് ഇങ്ങനെ കഠിനപ്പെടാനും വജ്രം പോലെ കഠിനപ്പെടാനും ഉള്ള സാധ്യത ഉണ്ട്. നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ വജ്രത്തെ വജ്രം കൊണ്ട് നേരിടും എന്നാണല്ലോ. കഠിന ഹൃദയം ഉണ്ടാക്കുന്ന ഏവരുടെയും നേരെ ദൈവം ഉപയോഗിക്കുന്ന ടെക്നിക്കും അത് തന്നെയാണ്. കഠിന ഹൃദയന്മാരായിട്ടുള്ളവരെ അവർക്ക് നേരെ എഴുന്നേൽപ്പിക്കും. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനം കഠിനഹൃദയരായപ്പോൾ അശൂർ രാജാവിനെ കൊണ്ട് അവരെ പ്രവാസത്തിലേക്കും അവരുടെ അടിമകളായിട്ടും കൊണ്ടുപോയത്. യൂദായുടെ ഗ്രഹവും കഠിനഹൃദയം ആക്കിയപ്പോൾ ദൈവം കഠിനഹൃദയനായ നെബൂഖദ്നേസറിനെ അവരുടെ നേരെ അയച്ചു. കാരണം അവരുടെ ഹൃദയത്തിന്റെ പലകയിൽ ദൈവത്തിന്റെ വചനം ചെല്ലണമെങ്കിൽ കഠിനഹൃദയന്മാരായ ആ വജ്രത്തിന്റെ മുനയുള്ളവരെ കൊണ്ടുവന്നാലേ കഴിയുള്ളൂ. എന്നാൽ യെഹിസ്കീയാവിന്റെ ഹൃദയം അങ്ങനത്തെ കഠിനപ്പെടുന്ന ഒരു ഹൃദയം അല്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മുടെ ഹൃദയത്തിന് ഒരു ഉന്നത ഭാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉന്നത ഭാവം. 2 ദിനവൃത്താന്തം 32-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം. 2 ദിനവൃത്താന്തം 32-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം. എന്നാൽ ഹിസ്കിയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിനടുത്തവണ്ണം നടക്കാതെ നിഗളിച്ചുപോയി. അതുകൊണ്ട് അവന്റെ മേലും യഹൂദയുടെ മേലും യെരൂശലേമിന്മേലും കോപമുണ്ടായി. എങ്കിലും തന്റെ ഗർവത്തെക്കുറിച്ച് യെഹിസ്കീയാവും യെരൂശലേം നിവാസികളും തങ്ങളെ തന്നെ താഴ്ത്തി. അതുകൊണ്ട് യഹോവയുടെ കോപം ഹിസ്കിയാവിന്റെ കാലത്ത് അവരുടെ മേൽ വന്നില്ല. അതിന്റെ 31-ാമത്തെ വാക്യം. എങ്കിലും ദേശത്തിൽ സംഭവിച്ചിരുന്ന അതിശയത്തെക്കുറിച്ച് ചോദിക്കേണ്ടതിന് ബാബേൽ പ്രഭുക്കന്മാർ അവന്റെ അടുക്കൽ അയച്ച ദൂതന്മാരുടെ കാര്യത്തിൽ അവന്റെ ഹൃദയത്തിലുള്ളതൊക്കെയും അറിവാൻ തക്കവണ്ണം അവനെ പരീക്ഷിക്കേണ്ടതിന് ദൈവം അവനെ വിട്ടുകൊടുത്തു. അവന്റെ ഹൃദയത്തിലുള്ളതൊക്കെയും അറിവാൻ തക്കവണ്ണം അവനെ പരീക്ഷിക്കേണ്ടതിന് ദൈവം അവനെ വിട്ടുകൊടുത്തു. എത്ര നല്ലൊരു രാജാവായിരുന്നു ഈ ഹിസ്കിയാവ്. എന്നാൽ താൻ തൻ്റെ ഹൃദയം യഹോവയിലേക്ക് ചായ്ച്ച് യഹോവയോട് പറ്റിയിരുന്ന ഒരു സ്വഭാവമുള്ള ഈ ഹിസ്കിയാവ് ഇതാ തൻ്റെ ഹൃദയത്തെ ഗർവിലേക്ക് തള്ളി നീക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഇത്ര ഉന്നതമായിട്ട് ജീവിച്ചിരുന്ന ഒരു രാജാവിന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എത്ര അധികം ഇതൊക്കെ സംഭവിക്കും.
അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവന്റെ ഹൃദയത്തിലുള്ളത് അറിയുവാൻ തക്കവണ്ണം അവനെ പരീക്ഷിക്കേണ്ടതിന് ദൈവം അവനെ വിട്ടുകൊടുത്തു. യെഹെസ്കേൽ ദൈവത്തോട് ചേർന്നിരിക്കുമായിരുന്നു. എന്നാൽ ദൈവം അവന്റെ ഹൃദയത്തെ പരിശോധിക്കേണ്ടതിന് അവനിൽ നിന്ന് അല്പനേരത്തേക്ക് വിട്ടുമാറി. ആ മൊമെന്റിൽ അവന്റെ ഹൃദയം തെറ്റിപ്പോയി. അപ്പൊ കർത്താവ് നമ്മളോട് ചേർന്നിരുന്നു കഴിഞ്ഞാൽ മാത്രമേ, കർത്താവ് നമ്മളോട് ഇങ്ങോട്ട് ചായ്ഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഹൃദയം സ്റ്റെഡ്ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്ഥിരമാനസമായിട്ട് ഇരിക്കാൻ സാധ്യതയുള്ളൂ. മറ്റൊരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. വിലാപങ്ങൾ 1:20. യഹോവേ നോക്കണമേ, ഞാൻ വിഷമത്തിലായി, എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. ഞാൻ കഠിനമായി മത്സരിക്കൊണ്ട് എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്നു. ഞാൻ കഠിനമായി മത്സരിക്കൊണ്ട് എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്നു. മത്സരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഹൃദയം മറിഞ്ഞു പോകാം. ആവർത്തന പുസ്തകം 17 കർത്താവ് ഇങ്ങനെ ഒരു വാർണിംഗ് കൊടുക്കുന്നുണ്ട്. നിന്റെ ഹൃദയം മറിഞ്ഞു പോകാതിരിക്കാൻ നീ അനേകം ഭാര്യമാരെ എടുക്കരുത്. എന്നാൽ ശലോമോൻ അനേകം ഭാര്യമാരെ എടുത്ത് വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞ് തൻ്റെ ഹൃദയവും മറിഞ്ഞു പോയതായിട്ട് നമ്മൾ കാണുന്നു. ദാവീദിന്റെ അവസാനത്തെ സന്ദേശം, താൻ മരിക്കുന്നതിന് മുമ്പ് തൊട്ടു മുമ്പുള്ള സന്ദേശത്തിൽ വളരെ വ്യക്തമായിട്ട് ശലോമോനോട് പറഞ്ഞതാണ്, നീ വലിയ പ്രവൃത്തികളൊന്നും ചെയ്തില്ലെങ്കിലും നിന്റെ ഹൃദയം നീ കാത്തുകൊള്ളണം. എന്നാൽ ആ ഹൃദയവും മറിഞ്ഞു പോയതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായം അതിന്റെ 50-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 50-ാമത്തെ വാക്യം. അരിമത്യ എന്നൊരു യഹൂദ്യ പട്ടണക്കാരനായി നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവനുമായ യോസേഫ് എന്നൊരു മന്ത്രി, അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവർത്തിക്കും അനുകൂലമല്ലായിരുന്നു. മതി, അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവർത്തിക്കും അനുകൂലമല്ലായിരുന്നു. യോസേഫ് അന്നത്തെ റിലീജിയസ് ലീഡേഴ്സിന്റെ ഒരു സംഘത്തിലുള്ള വ്യക്തിയാണ്. അവരെല്ലാവരും അവരുടെ ഹൃദയത്തെ ദൈവത്തിന്റെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ എതിരെ തിരിച്ചു കളഞ്ഞു. അവന്റെ നേരെ പ്രാന്തമായിട്ടാണ് പെരുമാറുന്നത്. നമ്മൾ നേരത്തെ കണ്ടല്ലോ സെൻഹെരീബ് രാജാവിന്റെ കോപപ്രാന്ത്. ശലോമോൻ തന്റെ സഭാപ്രസംഗിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, മനുഷ്യപുത്രന്മാരുടെ ഹൃദയത്തിൽ ജീവപര്യന്തം ഭ്രാന്തുണ്ട്. ഇവിടെ അങ്ങനത്തെ ഉള്ള ഒരു ഭ്രാന്തുള്ള ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. കർത്താവിന്റെ നേരെ ഭ്രാന്തോടെ പാഞ്ഞെടുക്കുന്ന യഹൂദന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും. എന്നാൽ അവരുടെ മധ്യേ ഒരുവൻ വ്യത്യസ്തനായിട്ട് വേറിട്ട് നിൽക്കുന്നുണ്ട്. അവനെപ്പറ്റി തിരുവെഴുത്ത് എഴുതിയിരിക്കുന്നത്, അവൻ നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവനും. എന്തുകൊണ്ടാ? ആ ദുഷ്ടാലോചനയോട് അവന്റെ ഹൃദയം താൻ ചായ്ച്ചു കൊടുത്തില്ല. ആ ആലോചനയെങ്കിലേക്ക് അവൻ തന്റെ ഹൃദയത്തെ മറിച്ചു കളഞ്ഞില്ല. ആ പ്രാന്തിനോട് അവന്റെ ഹൃദയം യോജിച്ചിരുന്നില്ല. പകരം അവൻ കർത്താവിന്റെ ശരീരത്തോട് അവന്റെ ഹൃദയത്തെ ചേർത്ത് വെച്ചിരുന്നു. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 43-ാമത്തെ വാക്യത്തിൽ അരിമത്തിലെ യോസഫിനെ പറ്റി ഒരു വാക്കുകൂടെ പറഞ്ഞിട്ടുണ്ട്, ശ്രേഷ്ഠമന്ത്രി. ശ്രേഷ്ഠമന്ത്രി അതായത് നല്ലവൻ എന്ന് വിളിച്ചത് പരിശുദ്ധാത്മാവിന് പോരാ, നീതിമാൻ എന്ന് വിളിച്ചതും പോരാ, ദൈവരാജ്യത്തെ കാത്തിരുന്നവൻ എന്ന് വിളിച്ചതും പോരാ. അതുകൂടാതെ ഇവിടെ ശ്രേഷ്ഠമന്ത്രി എന്നും കൂടെ പറഞ്ഞിരിക്കാം. കാരണം അവന്റെ ആലോചന ആ ദുഷ്ടാലോചനയോട് ചേർന്ന് നിന്നില്ല. അവന്റെ ഹൃദയം ദൈവത്തോട് പറ്റി ഇരുന്നു. കർത്താവിന്റെ മാന്യമായിട്ടുള്ള രീതിയിലാണ് അടയ്ക്കുന്നത്. അവരുടെ ആലോചനയ്ക്ക് എതിരായി ദൈവത്തോടുള്ള നല്ല മനസാക്ഷിയുടെ അടിസ്ഥാനത്തിൽ അവൻ കർത്താവിന്റെ ശരീരത്തെ ബഹുമാനിച്ചു. ഈ കർത്താവ് ആരാ? പ്രവചനങ്ങൾ എഴുതിയിട്ടുണ്ട്, അവൻ അത്ഭുത മന്ത്രിയാണെന്ന് എഴുതിയിട്ടുള്ളത്. ആ അത്ഭുത മന്ത്രിയെ അവന് യോഗ്യമാം വണ്ണമുള്ള ഒരു അടക്കം കൊടുത്തപ്പോൾ തിരുവെഴുത്ത് അരിമത്തിയിലെ യോസെഫിനെ വിളിക്കുക, അവൻ ശ്രേഷ്ഠ മന്ത്രിയാണ്. അവൻ വണ്ടർഫുൾ കൗൺസിലറായ കർത്താവിനെ അടക്കം ചെയ്തതുകൊണ്ട് തിരുവെഴുത്ത് അവനെ ഹോണറബിൾ കൗൺസിലർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയം കർത്താവിങ്കിൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം അവനെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ പ്രവൃത്തിയിൽ മാനിക്കുന്നുണ്ടോ? അരിമത്തിയിലെ യോസേഫ് അവനെ മാനിച്ചു, അവനെ ശ്രേഷ്ഠ മന്ത്രി എന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു. ഈ വക കാര്യങ്ങൾ ഒക്കെയും ചെയ്തിട്ടും യെഹെസ്കേലിന്റെ ഹൃദയം അല്പനേരത്തേക്ക് ഉയർന്നു പോയെങ്കിൽ നമ്മൾ എത്ര ജാഗ്രതയോടെ
നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കണം. യെഹെസ്കേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ ഇത് സാധ്യമാകും എന്ന് എഴുതിയിട്ടുണ്ട്. യെഹെസ്കേൽ പ്രവചനം 36:26, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഒരു ഹൃദയം നിങ്ങൾക്ക് തരും. സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്: ദൈവമേ, നിർമ്മലമായുള്ള ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരമായുള്ളൊരു ആത്മാവിനെ എനിക്ക് നൽകണമേ. നിർമ്മലമായുള്ള ഒരു ഹൃദയത്തെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ ഉണ്ടാകാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. കാരണം അങ്ങനെയെങ്കിൽ പുതിയൊരു ഹൃദയത്തെ എൻ്റെ ഉള്ളിൽ സൃഷ്ടിക്കണമേ എന്ന് ദാവീദ് ഒരിക്കലും പ്രാർത്ഥിക്കത്തില്ല. ഏകാഗ്രമായി തൻ്റെ ഹൃദയം ദൈവത്തിൽ വെച്ചിരുന്ന മനുഷ്യൻ ചില സമയത്ത് അവൻ തൻ്റെ ഹൃദയത്തിൽ വ്യഭിചാരം വന്ന് തെറ്റിപ്പോയി. ആ ദാവീദ് പറയും, എൻ്റെ ഉള്ളിൽ സ്ഥിരമായിട്ടുള്ള ഒരു ഹൃദയം, നിർമ്മലമായിട്ടുള്ള ഒരു ഹൃദയം സൃഷ്ടിക്കണമേ എന്ന്. ഫിലിപ്പിയർ ലേഖനം 4 വരുമ്പോൾ, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവിങ്കൽ കാക്കും. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ക്രിസ്തുവിൽ കാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. തനിക്ക് അത്രയും പ്രഷർ ഉണ്ടായിരുന്നിട്ടും ഈ യെഹെസ്കേൽ രാജാവ് സമാധാനപരമായിട്ട് തൻ്റെ ഹൃദയത്തെ കാത്ത് ഹൃദ്യമായിട്ട് അവരോട് സംസാരിച്ചത് കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ദൈവം വിജയം നൽകി. അങ്ങനെയെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ശ്രദ്ധയേറിയ ഹൃദയവുമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതം നയിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.